കേരളത്തിലെ ആദ്യ വനിതാ DGP രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചപ്പോൾ പോലീസുകാർ തെമ്മാടികളായി. പോലീസ് സേനയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് മികച്ച ഉദ്യോഗസ്ഥ എന്ന പേരെടുത്തിരുന്ന ശ്രീലേഖ IPSന് പക്ഷേ രാഷ്ട്രീയത്തിലിറങ്ങിയ ശേഷം അത്ര നല്ല കാലമാണെന്ന് തോന്നുന്നില്ല. വിവാദങ്ങൾക്ക് പിന്നാലെ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രീലേഖ. നിയമം നന്നായി അറിയാവുന്ന ശ്രീലേഖ തദ്ദേശ തെരഞ്ഞെടുപ്പ് ദിവസം കോർപ്പറേഷൻ ഫലത്തിന്റെ എക്സിറ്റ് പോൾ പരസ്യപ്പെടുത്തിയതാണ് രാഷ്ട്രീയത്തിലെ ശ്രീലേഖയുടെ ആദ്യ പിഴവ്. പിന്നാലെ മേയർ സ്ഥാനം ലഭിക്കില്ലെന്ന് വന്നപ്പോൾ നടത്തിയ പരസ്യ നിലപാടുകളും പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പോലും നീരസം പ്രകടമാക്കിയതും ഡൽഹി യാത്രയിൽ വിട്ടുനിന്നതും എല്ലാം രാഷ്ട്രീയത്തിലെ പക്വതക്കുറവ് വ്യക്തമാക്കിയിരുന്നു. ശ്രീലേഖ BJPക്ക് നിരന്തരം തലവേദനയായി മാറുന്നതിനിടെയാണ് VK പ്രശാന്ത് MLAയുടെ ഓഫീസ് ഒഴിപ്പിക്കാനുള്ള നീക്കം പുതിയ വിവാദമായത്. മേയർ സ്ഥാനത്തിന് പകരം ലഭിച്ച വട്ടിയൂർക്കാവ് നിയമസഭാ സീറ്റിലെ മത്സരത്തിനിടെ സ്ഥാനാർത്ഥിയായ ശ്രീലേഖ വേദിയിൽ നിന്ന് പിണങ്ങിയിറങ്ങിയതും രാഷ്ട്രീയ വേഷം ശ്രീലേഖയ്ക്ക് ചേരുന്നതല്ലെന്ന് തെളിയിക്കുകയാണ്. ഇപ്പോഴിതാ പോലീസ് സേനയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ശ്രീലേഖ. താനൊരു തികഞ്ഞ രാഷ്ട്രീയക്കാരിയായെന്ന് വരുത്തി തീർക്കാനാവും മറ്റ് രാഷ്ട്രീയക്കാരെ പോലെ ശ്രീലേഖയും പോലീസിനെ ചീത്ത വിളിച്ചത്. പക്ഷേ ശ്രീലേഖയുടെ ഉദ്ദേശശുദ്ധി ഇപ്പോൾ പണിയായി മാറിയിരിക്കുകയാണ്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ മാർച്ചിനിടെ മുൻ DGP R ശ്രീലേഖ നടത്തിയ വിവാദ മുദ്രാവാക്യം വിളിക്കെതിരെ കേസെടുക്കുകയാണ് പോലീസ്. പോടാ പുല്ലേ പോലീസെ, കാക്കിയിട്ട ഗുണ്ടകളെ, കാക്കിയിട്ട തെമ്മാടികളെ എന്നൊക്കെയാണ് സമരത്തിനിടെ ശ്രീലേഖയും ഏറ്റുവിളിച്ചത്. പഴയ സഹപ്രവർത്തകരെ ഇങ്ങനെ ചീത്ത വിളിച്ചത് കേരളത്തിലെ പോലീസ് സേനയുടെ ചരിത്രത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ IPS കുപ്പായം അണിഞ്ഞവരുടെ കാര്യത്തിലും ആദ്യ സംഭവമായിരിക്കും. സേനയുടെ ചരിത്രത്തിൽ തന്നെ അപൂർവമായി സംഭവിച്ച ഈ ചീത്തവിളിക്കെതിരെ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ നേരിട്ട് രംഗത്തെത്തി. R ശ്രീലേഖ കേരള പോലീസിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു. സേനയെ നയിച്ചവർ വിരമിച്ച ശേഷവും സഹപ്രവർത്തകരോടും സംവിധാനത്തോടും കുറച്ചുകൂടി അനുഭാവപൂർണമായ സമീപനം പുലർത്തണമെന്നായിരുന്നു DGPയുടെ പ്രധാന വിമർശനം. പോടാ പുല്ലേ പോലീസ് എന്ന അധിക്ഷേപകരമായ മുദ്രാവാക്യം വിളി സേനയുടെ മനോവീര്യത്തെ ബാധിക്കുമെന്നും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നവർ ഇത്തരത്തിൽ പെരുമാറുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ആദ്യ വനിതാ DGP എന്ന പദവി അലങ്കരിച്ച ഒരാളിൽ നിന്ന് ഇത്തരമൊരു പരാമർശം പ്രതീക്ഷിച്ചില്ല എന്നതായിരുന്നു IPS അസോസിയേഷന്റെ നിലപാട്. വിരമിച്ച DGPമാരായ TP സെൻകുമാറും R ശ്രീലേഖയും ഒരേപോലെ പോലീസിനെതിരെ തിരിയുന്നത് ഗൗരവമാണെന്നായിരുന്നു സംഘടനയുടെ വിലയിരുത്തൽ. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത് പോലെ ശ്രീലേഖയ്ക്കെതിരെ കേസെടുക്കാൻ കാരണമായത് VK പ്രശാന്ത് MLA ആണ്. പരസ്യമായി ചീത്ത വിളിച്ചിട്ട് മുൻ സഹപ്രവർത്തകയെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ പോലീസ് മടിച്ചിരുന്നു. വിരമിച്ചവരുടെ വാക്ക് കേട്ടാണോ പോലീസ് പ്രവർത്തിക്കുന്നതെന്ന VK പ്രശാന്ത് MLAയുടെ പരസ്യമായ ചോദ്യവും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കടുത്ത സമ്മർദ്ദവുമാണ് DGPയെയും പോലീസിനെയും കർശന നിലപാടിലേക്ക് നയിച്ചത്. ശ്രീലേഖ കൗൺസിലറായതിന് പിന്നാലെ MLA ഇറക്കിവിടാൻ ശ്രമിച്ചതിനുള്ള ഒരു മധുര പ്രതികാരമായി VK പ്രശാന്തിന്. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും തന്റെ നിലപാടിൽ നിന്ന് ശ്രീലേഖ മുന്നോട്ട് പോയിട്ടില്ല. DGPയുടെ വിമർശനങ്ങളും പോലീസ് നടപടിയും തന്നെ തളർത്തില്ല എന്നായിരുന്നു ശ്രീലേഖയുടെ മറുപടി. സർവീസിലിരുന്നപ്പോഴും തെറ്റായ പ്രവണതകളെ താൻ ഇതേ ഭാഷയിൽ നേരിട്ടിട്ടുണ്ടെന്നും അഴിമതിക്കാരെ സംരക്ഷിക്കുന്നവർക്ക് മാത്രമേ ഇപ്പോൾ പൊള്ളുകയുള്ളൂ എന്നും അവർ തിരിച്ചടിച്ചു. എന്തായാലും രാഷ്ട്രീയം ശ്രീലേഖയ്ക്ക് പറ്റിയ പണിയാണോ എന്ന് ജനങ്ങളാണ് വിധി എഴുതേണ്ടത്. കൗൺസിലറായി തിരഞ്ഞെടുത്ത ജനം ശ്രീലേഖ എന്ന രാഷ്ട്രീയക്കാരിയെ നിയമസഭയിൽ എത്തിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.